കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 9 യൂണിറ്റ് 2 വിൻസ് ഓഫ് ചേഞ്ചിലെ ഡ്രീംസ് റിയലൈസ്ഡ് എന്ന ഫസ്റ്റ് ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ യോർ ക്ലാസ് റൂം അറ്റ് 2310. യൂണിറ്റ് 2 വിൻസ് ഓഫ് ചേഞ്ച്. എന്താണ് ഈ ഹെഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സാധാരണയായി വിൻസ് ഓഫ് ചേഞ്ച് എന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലോ സമൂഹത്തിലോ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണ് നൽകുന്നത്. ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കത്തെയും ഇത് സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിലെ വലിയ മാറ്റം, അങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ അതിൻ്റെ ഒരു ഹെഡിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രേസ് പോലെയാണ് ഈ വിൻസ് ഓഫ് ചേഞ്ച് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫ്രേസാണിത്, വിൻസ് ഓഫ് ചേഞ്ച്. അല്ലാതെ മാറ്റത്തിൻ്റെ കാറ്റ് അങ്ങനെയൊന്നും നമുക്ക് ഇതിനെ പറയാൻ സാധിക്കത്തില്ല. ഇവിടെ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞൊരു കാര്യം നമുക്ക് വായിക്കാം. ആസ് എ യങ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, armed with technology, knowledge and love for my nation, I realize a small aim is a crime. ഇവിടെ പറയുന്നു, ഒരു യുവ പൗരൻ എന്ന നിലയിൽ തനിക്ക് ലഭിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യ, അറിവ്, രാജ്യസ്നേഹം. ഇതാണ് ഫസ്റ്റ് സെന്റൻസ്. അതായത് തനിക്ക് ലഭിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ ആംഡ് വിത്ത് എന്നാണ് പറയുന്നത്. എന്താ ലഭിച്ചത്? ടെക്നോളജി, സാങ്കേതിക വിദ്യ, നോളജ്, അറിവ്, രാജ്യസ്നേഹം, ലവ് ഫോർ മൈ നേഷൻ. ഇത്രയും കാര്യങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു യുവ പൗരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം എന്താ മനസ്സിലാക്കുന്നത്? എ സ്മോൾ എയിം ഈസ് എ ക്രൈം. അതായത് ചെറിയ ലക്ഷ്യങ്ങൾ മാത്രം ചിന്തിക്കുന്നത്, വെക്കുന്നത് ഒരു സമൂഹത്തിനും തനിക്കും അത്ര ഗുണം ചെയ്യില്ല. അതുകൊണ്ടാണ് അതൊരു ക്രൈമായിട്ട്, ഒരു കുറ്റമായിട്ടാണ് മനസ്സിലാക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ കാണണം, അതിനായിട്ട് പരിശ്രമിക്കണം. ഇതൊക്കെ ചെയ്താലേ ആ വ്യക്തിക്കും ആ രാജ്യത്തിനും അതിനെക്കൊണ്ട് നേട്ടമുണ്ടാവുള്ളൂ. ഇതാണ് ഡോക്ടർ അബ്ദുൽ കലാം പറയുന്നത്. ദ സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് എഹെഡ് ഈസ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്ന് മാർക്ക് ട്വെയിൻ പറയുന്നു. നമുക്ക് ആരാണ് ഈ മാർക്ക് ട്വെയിൻ? ഈ പറഞ്ഞ കാര്യം എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇദ്ദേഹമാണ് മാർക്ക് ട്വെയിൻ. ഇദ്ദേഹം പറഞ്ഞ സെന്റൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് എഹെഡ് ഈസ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. ഇദ്ദേഹത്തിൻ്റെ തൂലികാ നാമമാണ് ഇത്, പെൻ നെയിം ആണ് മാർക്ക് ട്വെയിൻ. യഥാർത്ഥ പേര് സാമുവൽ ലാങ്ഹോൺ ക്ലെമൻസ്. എന്താണ്? സാമുവൽ ലാങ്ഹോൺ ക്ലെമൻസ്. ഇദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ്, എഴുത്തുകാരനാണ്, ഹ്യൂമറിസ്റ്റാണ്, എസ്സേയിസ്റ്റാണ്. എഴുത്തുകാരൻ അറിയാം. ഹ്യൂമറിസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുത്തിലും പ്രസംഗത്തിലൊക്കെ നർമ്മം കലർത്തി ഒരുപാട് ഉപയോഗിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഹ്യൂമറിസ്റ്റ്. പിന്നെ എസ്സേ എഴുതുന്ന ആളാണ്. ഈ മുകളിൽ പറഞ്ഞ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണ്? ഏതൊരു കാര്യവും ആരംഭിക്കുന്നതിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നാണ്. പലപ്പോഴും ആളുകൾ കാര്യങ്ങൾ തുടങ്ങാൻ മടിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നു, നമുക്കൊരു കാര്യം നേടണം, ഒരു കാര്യത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ അത് ആരംഭിക്കണം. ആരംഭിക്കാതെ അതിങ്ങനെ ആലോചിച്ച് ചെയ്യാം, നാളെ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നാൽ നമുക്ക് അതിന് കാര്യങ്ങളിൽ മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒരു തുടക്കം വരണം, എന്നാലേ ആ കാര്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഇവിടെ നിങ്ങൾക്ക് 2 ചിത്രം കാണാം. ഒരു ചിത്രത്തിൽ ഒരമ്മ ആ മകളോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ആ മകളിങ്ങനെ പഠിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ഇരിക്കുകയാണ്, ടേബിൾ ലാമ്പൊക്കെ ഓണാക്കി ഇങ്ങനെ ഇരിക്കുക. പക്ഷേ ഇങ്ങനെ എവിടെയോ നോക്കി ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മ ചോദിക്കുക, വാട്ട് ആർ യു ഡ്രീമിങ് ഓഫ്? നീ എന്താണ് മോളെ ഈ സ്വപ്നം കാണുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പം മകള് പറയാണ്, ഡ്രീമിങ് ഓഫ് മൈ ഡ്രീംസ്. ഞാൻ എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുകയാണ് എന്ന് തിരിച്ചു ഉത്തരം പറയും. അതായത് ദിവാ സ്വപ്നം എന്നാണ് നമ്മളതിനെ സാധാരണ പറയാറ്. വി ഹാവ് ഡിഫറെൻറ്റ് ഡ്രീംസ് ആൻഡ് ഡിസയേഴ്സ് ദാറ്റ് ഹെൽപ്പ് us അച്ചീവ് സക്സസ് ആൻഡ് ഫുൾഫിൽമെൻറ്റ് ഇൻ ലൈഫ്. ഡോണ്ട് വി? ഡ്രീംസ് ആൻഡ് ഡിസയർ, സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും. അച്ചീവ് സക്സസ്, വിജയം വരിക്കുക. ഫുൾഫിൽമെൻറ്റ്, പൂർത്തീകരണം. അപ്പോൾ ഇവിടെ എന്താണ് ചോദിക്കുന്നത്? ഈ തരത്തിലുള്ള ദിവാസ്വപ്നങ്ങൾ നമ്മളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരണത്തിലെത്തിക്കാനും വിജയം വരിക്കാനും ഒക്കെ നമ്മളെ സഹായിച്ചിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. നൗ ടേക്ക് എ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. അപ്പോൾ മുകളിൽ കൊടുത്ത ചിത്രങ്ങളെ നോക്കാനാണ് പറയുന്നത്. അത് നമ്മൾ നേരത്തെ നോക്കി അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ താഴോട്ട് വായിക്കാം. വാട്ട് ഡസ് ദ മദർ ആസ്ക് ഹെർ ഡോട്ടർ? അമ്മ എന്താണ് മകളോട് ചോദിച്ചത്? വാട്ട് ഈസ് ദ ഗേൾസ് റിപ്ലൈ? ആ കുട്ടിയുടെ റിപ്ലൈ എന്താണ്? അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ചോദ്യം, ഡസ് ദ ഗേൾ റെഫർ ടു ദ ഡ്രീംസ് ഷി ഹാഡ് വൈൽ സ്ലീപ്പിംഗ്? ജസ്റ്റിഫൈ യുവർ റെസ്പോൺസ്. ഇവിടെ ചോദിക്കുന്നത്, ആ കുട്ടി ഉറങ്ങുമ്പോൾ കണ്ട സ്വപ്നത്തെക്കുറിച്ചാണോ പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പ്രതികരണം എന്താണ്? അപ്പം നമുക്ക് പറയാം, അത് ഉറങ്ങുമ്പോൾ കണ്ട സ്വപ്നം അല്ല, ദിവാസ്വപ്നമായിരുന്നു. ഡു യു ഹാവ് സച്ച് ഡ്രീംസ്? ഹാവ് യു എവർ തോട്ട് അബൌട്ട് യുവർ ഡ്രീം കരിയർ? നിങ്ങൾക്ക് അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ഡ്രീം കരിയർ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ?
Now think of your career choices and note them down. Tell the class about your dream career and how you wish to accomplish it. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഭാവിയിലെ എന്താവണം എന്നുള്ള ഒരു ചോയ്സ്, ഒരു ആഗ്രഹം നിങ്ങൾ നോട്ട് ചെയ്യുക. എന്നിട്ട് അത് ക്ലാസ്സിനോട് പറയാം. അത് മാത്രമല്ല, അതെങ്ങനെ അക്കംപ്ലിഷ്, അതായത് എങ്ങനെ നിങ്ങൾ കൈവരിക്കും എന്നുകൂടി നിങ്ങൾ പറയണം. മോസ്റ്റ് പീപ്പിൾ ഡ്രീം ഓഫ് എ സേഫ് ആൻഡ് സെക്യൂർ ലൈഫ്. മിക്ക ആൾക്കാരും വളരെ സുരക്ഷിതമായ ഒരു ജീവിതത്തെക്കുറിച്ചാണ് എപ്പോഴും സ്വപ്നം കാണുക. ഹൗവർ, ദർ ആർ സം ഹു ഡെഡിക്കേറ്റ് ദെയർ ലൈഫ്സ് ടു ദ സർവീസ് ഓഫ് അതേഴ്സ്. എങ്കിലും ചില ആൾക്കാരുണ്ട്, അവർ മറ്റുള്ളവരെ സേവിക്കാൻ, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ജീവിതം ഡെഡിക്കേറ്റ് ചെയ്യും, അതായത് സമർപ്പിക്കും. ഫോർ ദം ഇൻഡിവിജ്വൽ പ്രിഫറൻസസ് ആർ ഇൻസിഗ്നിഫിക്കൻറ്റ്. അതായത് അവരുടെ സ്വന്തം കാര്യം അതൊക്കെ വളരെ നിസ്സാരമാക്കി കളയും. ഇൻസിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമാക്കി കളയും. ഓക്കെ, മറ്റുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കാര്യം അവർ നിസ്സാരമാക്കും. ക്യാൻ യു നെയിം എ ഫ്യൂ ഹു സ്ട്രോവ് ഫോർ എ കോമൺ കോസ്? സ്ട്രോവ് ഫോർ എ കോമൺ കോസ് എന്ന് പറഞ്ഞാൽ പൊതു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുക അല്ലെങ്കിൽ പരിശ്രമിക്കുക. സ്ട്രോവ് എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക. അങ്ങനെ പൊതു ലക്ഷ്യത്തിനായിട്ട് പരിശ്രമിച്ച ചിലരുടെ പേര് നിങ്ങൾക്ക് പറയാമോ? ഇവിടെ ടെക്സ്റ്റിൽ നെൽസൺ മണ്ടേല എന്നൊരു പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പേര് നമുക്ക് മഹാത്മാഗാന്ധി എന്ന് പറയാം, കാരണം അദ്ദേഹത്തെക്കുറിച്ചാണ് ഈ ലെസൺ നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൂന്നാമത്തത് മദർ തെരേസ എന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇദ്ദേഹമാണ് നെൽസൺ മണ്ടേല. ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു ബ്രീഫ് നോട്ട്, ഒരു വിവരണം ഞാനിവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് വായിക്കാവുന്നേ ഉള്ളൂ. അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും നിങ്ങൾക്ക് വീഡിയോ വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം ഇത് മുഴുവൻ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത സമയം ഞാൻ കളയുന്നില്ല. അതുകൊണ്ട് ഇനി മഹാത്മാഗാന്ധി ഉണ്ട്, മദർ തെരേസ ഉണ്ട്. ഓക്കെ, ഇദ്ദേഹമാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഉള്ള വിവരണം ഇവിടെ ഇംഗ്ലീഷിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അതോടുകൂടി തന്നെ അതിൻ്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിലും ഇവിടെ ഉണ്ട്. ഇതൊന്നും നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വായിക്കുക. അതിൽ നിങ്ങൾക്ക് ഏകദേശം ആ രൂപം കാര്യങ്ങൾ മനസ്സിലാവും. ഇത് മദർ തെരേസ. മദർ തെരേസയെക്കുറിച്ചും ആദ്യം ഇംഗ്ലീഷിലുള്ള വിവരണങ്ങളാണ്. അത് കഴിഞ്ഞ് മലയാളത്തിലും നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ കാണാം. നെൽസൺ മണ്ടേലയെക്കുറിച്ചും മഹാത്മാഗാന്ധിയെക്കുറിച്ചും മദർ തെരേസയെക്കുറിച്ചും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു. ലെറ്റ്സ് റീഡ്. നമുക്ക് മുന്നോട്ട് വായിക്കാം. ഗാന്ധിജി വാസ് പാഷനേറ്റ് അബൌട്ട് അച്ചീവിംഗ് ഇൻഡിപെൻഡൻസ് ഫോർ ആർ മദർലാൻഡ്. പാഷനേറ്റ് എന്ന് പറഞ്ഞാൽ അതിതാല്പര്യം, അതിയായ ആഗ്രഹം. ഓക്കെ, അച്ചീവിംഗ് ഇൻഡിപെൻഡൻസ്, അതായത് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം ലഭിക്കുക. പിന്നെന്താ അവിടെ പറയുന്നത്? മദർലാൻഡ്, നമ്മുടെ മാതൃരാജ്യം. അപ്പോൾ നമ്മുടെ മാതൃരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുവാനായിട്ട് അതിയായ താല്പര്യമുണ്ടായ ഒരു വ്യക്തിയായിരുന്നു ഗാന്ധിജി. ഹി സ്പെയർഡ് നോ എഫേർട്ട് ഫോർ ദിസ്. അതായത് ദിസ് എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം നേടാനായിട്ട്, എഫേർട്ട് എന്ന് പറഞ്ഞാൽ ശ്രമം, സ്പെയർഡ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. അപ്പം സ്വാതന്ത്ര്യം ലഭിക്കാനായിട്ട് കിട്ടുന്ന ഒരു ശ്രമം പോലും, ഒരു അവസരം പോലും അദ്ദേഹം ഒഴിവാക്കിയിരുന്നില്ല. ഹിയർ ഈസ് ആൻ അക്കൗണ്ട് ഓഫ് ഗാന്ധിജീസ് ടൂർ ടു ഇംഗ്ലണ്ട്, ഡ്യൂറിംഗ് വിച്ച് ഹി എക്സ്പ്ലെയിൻസ് ഹിസ് ഐഡിയ ഓഫ് എ ഫ്രീ ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ച് ഗാന്ധിജി ഇംഗ്ലണ്ടിൽ ടൂർ പോയ സമയത്ത് അവിടെ വെച്ച് ഒരു ആശയം വിവരിക്കുന്നുണ്ട്. ആ വിവരണമാണ് നമ്മൾ താഴോട്ട് വായിക്കാൻ പോകുന്നത്. ഡ്രീംസ് റിയലൈസ്ഡ്, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുക. മഹാദേവ് ദേശായി ആണ് ഇത് എഴുതിയത്. നമുക്ക് ഈ മഹാദേവ് ദേശായി ആരാണെന്ന് ഒന്ന് നോക്കാം. മഹാദേവ് ദേശായി, ഇദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം മഹാദേവ് ഹരിഭായ് ദേശായി എന്നാണ്. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള അബൌട്ട് ദി ഓദർ. ഓക്കെ, അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇംഗ്ലീഷാണിത്. അതിൻ്റെ മലയാളം ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. തർജ്ജമയാണ്. ഇത് നിങ്ങൾക്ക് വായിച്ചാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഡ്യൂറിങ് ഹിസ് വിസിറ്റ് to England, Gandhiji attended many meetings that were organized to honor him. ഇംഗ്ലണ്ട് സന്ദർശിച്ച സമയത്ത് ഗാന്ധിജിയെ ആദരിക്കാനായിട്ട് ഒരുക്കിയ പല മീറ്റിങ്ങുകളും അദ്ദേഹം സംബന്ധിച്ചു. The students of France organized a reception for the spiritual ambassador of India. ഇന്ത്യയുടെ ആത്മീയ പ്രതിനിധിയെ സ്വീകരിക്കാനായിട്ട് ഒരു സ്വീകരണം ഫ്രാൻസിലെ വിദ്യാർത്ഥികൾ ഒരുക്കി. ഇവിടെ
ഗാന്ധിജിയെ സ്പിരിച്വൽ അംബാസിഡർ ഓഫ് ഇന്ത്യ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ഇന്ത്യയുടെ ആത്മീയ പ്രതിനിധി. They welcomed him as one bringing light to the exploitation blinded West and acting as a healing balm to the war weary Europe. ഇവിടെ രണ്ട് രീതിയിൽ ഗാന്ധിജിയെ സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്. ഒന്ന്, ആസ് വൺ ബ്രിങ്ങിങ് ലൈറ്റ് ടു ദ എക്സ്പ്ലോയിറ്റേഷൻ ബ്ലൈൻഡഡ് വെസ്റ്റ്. അതായത് എക്സ്പ്ലോയിറ്റേഷൻ ബ്ലൈൻഡഡ് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചൂഷണത്താൽ അന്ധരായ യൂറോപ്യൻ രാജ്യങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചൂഷണത്താൽ അന്ധരായ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു വെളിച്ചമായിട്ട്, ലൈറ്റ് കൊണ്ടുവരുന്ന വ്യക്തിയായിട്ടാണ് ഇദ്ദേഹത്തെ സ്വീകരിച്ചത്. പിന്നീട് വേറൊരു തരത്തിൽ എന്താ പറയുന്നത്, ആക്ടിങ് ആസ് എ ഹീലിംഗ് ബാം. ഹീലിംഗ് ബാം എന്ന് പറഞ്ഞാൽ മരുന്ന്, നമ്മൾ തലവേനൊക്കെ ബാം തേക്കൂല, അതാണ് ഹീലിംഗ് ബാം ടു ദ വാർ വിയറി യൂറോപ്പ്. യുദ്ധം കൊണ്ട് തളർന്നു പോയ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു മരുന്നായിട്ടാണ് ഗാന്ധിജിയെ സ്വീകരിച്ചത്. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് ഗാന്ധിജിയെ അവിടെ സ്വീകരിച്ചത്. ഇൻ ഹിസ് റിപ്ലൈ ഗാന്ധിജി അഡ്രസ്ഡ് ദം ആസ് ഫ്രണ്ട്സ് ആൻഡ് ഫെലോ സ്റ്റുഡൻസ്. അപ്പം ഗാന്ധിജി മറുപടി പറഞ്ഞപ്പോൾ അവിടുത്തെ ഫ്രാൻസിലെ ആ വിദ്യാർത്ഥികളെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്? അഡ്രസ്ഡ് എന്ന് പറഞ്ഞാൽ അഭിസംബോധന ചെയ്യുക. എങ്ങനെയാണ് ചെയ്തത്? ഫ്രണ്ട്സ് ആൻഡ് ഫെലോ സ്റ്റുഡൻസ്, സുഹൃത്തുക്കളും സഹവിദ്യാർത്ഥികളും, അങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്. Since I visited France as a student to see the exhibition at Paris in 1890, I have learned something of the traditions of your country and of the teachings of Rousseau and Victor Hugo. 1890 ഒരു വിദ്യാർത്ഥി ആയിരിക്കെ ഞാൻ പാരീസിൽ ഒരു പ്രദർശനം കാണാൻ വന്നു. ആ സമയത്ത് ഞാൻ നിങ്ങളുടെ രാജ്യത്തിൻ്റെ ട്രഡീഷൻ, പാരമ്പര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി പഠിച്ചു. അതുകൂടാതെ റൂസോയുടെയും വിക്ടർ ഹ്യൂഗോയുടെയും പഠിപ്പിക്കലുകൾ അതും ഞാൻ മനസ്സിലാക്കി. Now on my entering upon my mission, my very difficult mission in India, it heartens me to find a welcome from you. ഇപ്പോൾ ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുമ്പോൾ, അതായത് മൈ വെരി ഡിഫിക്കൽട്ട് മിഷൻ ഇൻ ഇന്ത്യ, എൻ്റെ ഇന്ത്യയിലുള്ള ഏറ്റവും പ്രയാസമേറിയ ദൗത്യത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ഈ സ്വീകരണം എനിക്ക് വളരെ കോൺഫിഡൻറ്റ് നൽകുന്നു, ആത്മവിശ്വാസം നൽകുന്നു. ഈ ഹാർട്ടൻസ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം, കോൺഫിഡൻറ്റ് നൽകുന്നു എന്നാണ് ഗാന്ധിജി പറയുന്നത്. ഹി എക്സ്പൗണ്ടഡ് ദ മെസ്സേജ് ഓഫ് നോൺ വയലൻസ് ടു ദ യൂത്ത്. ഗാന്ധിജി അവിടുത്തെ യൂത്ത്, അതായത് യുവാക്കളോട് നോൺ വയലൻസ്, അഹിംസയുടെ സന്ദേശം വിശദീകരിച്ചു. ഹി എക്സ്പ്ലെയിൻഡ് ദാറ്റ് നോൺ വയലൻസ് വാസ് നോ വെപ്പൺ ഓഫ് ദ വീക്ക് ബട്ട് ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ്, ദാറ്റ് സ്ട്രെങ്ത് വാസ് നോട്ട് മിയർ സ്ട്രെങ്ത് ഓഫ് മസിൽ. ഇവിടെ ഗാന്ധിജി നോൺ വയലൻസിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതായത് അഹിംസയെക്കുറിച്ച് വിശദീകരിക്കുക. എന്താ പറയുന്നത്? നോ വെപ്പൺ ഓഫ് ദ വീക്ക് ബട്ട് ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ്. ഇത് ദുർബലരായവരുടെ ആയുധമല്ല, ഇത് ശക്തരായവരുടെ ആയുധമാണ്. ഈ ശക്തി എന്ന് പറയുന്നത് വാസ് നോട്ട് മിയർ സ്ട്രെങ്ത് ഓഫ് മസിൽ, ശാരീരികമായ ശക്തിയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ടു എ നോൺ വയലന്റ് മാൻ strength of muscle is not necessary, but a strong heart is an absolute necessity. To a non-violent man, അതായത് അഹിംസ ഉൾക്കൊള്ളാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യൻ്റെ, അഹിംസയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ആവശ്യം? സ്ട്രെങ്ത് ഓഫ് മസിൽ ഈസ് നോട്ട് നെസസറി, ശാരീരികമായ ആരോഗ്യവും ഒന്നും വേണ്ട. ബട്ട് സ്ട്രോങ് ഹാർട്ട് ഈസ് ആൻ അബ്സല്യൂട്ട് നെസസിറ്റി. ഒരു ശക്തമായ ഹൃദയമാണ് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. To kill and to be killed in fighting an enemy are act of bravery. But to stand the blows of your adversaries and not to retaliate is a great form of bravery. Fighting an enemy, ഒരു ശത്രുവായിട്ട് നമ്മൾ പോരാടുമ്പോൾ, ടു കിൽ, ആ ശത്രുവിനെ ചിലപ്പോൾ നമ്മൾ കൊല്ലും, അല്ലെങ്കിൽ ടു ബി കിൽഡ്, ശത്രുവാൽ നമ്മൾ മരിക്കും, നമ്മൾ കൊല്ലപ്പെടും. ആ സമയത്ത് അതൊക്കെ ഒരു യഥാർത്ഥ ധീരതയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ടു സ്റ്റാൻഡ് ദ ബ്ലോസ് ഓഫ് യുവർ അഡ്വൈസറീസ് എന്ന് പറഞ്ഞാൽ എതിരാളികൾ. അപ്പോൾ എതിരാളികളെ അടി സഹിക്കുക. എന്നിട്ടോ നോട്ട് ടു റിറ്റാലിയേറ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കുക. അപ്പം നോട്ട് ടു റിറ്റാലിയേറ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കാതിരിക്കുക. അതാണ് ആദ്യം പറഞ്ഞതിനേക്കാൾ ഗ്രേറ്റർ ഫോം ഓഫ് ബ്രേവറി. ദാറ്റ് ഈസ് പ്രിസൈസ്ലി വാട്ട് ഇന്ത്യ ഹാസ് ബീൻ ട്രെയിനിങ് ഹെർസെൽഫ് ഫോർ. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഈ തരത്തിലുള്ള ഒരു ധീരതയാണ് വളരെ കൃത്യതയോടുകൂടെ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത്. In one of his speeches, he brought out the relation between education and non-violence. അപ്പോൾ വിദ്യാഭ്യാസവും
അഹിംസയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്പീച്ചസ്, അതായത് പ്രസംഗങ്ങളിൽ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. He said, real education consists not in packing the brain with facts and figures, not in passing examinations by reading numerous books, but in developing character. പിന്നീട് ഗാന്ധിജി പറഞ്ഞു, യഥാർത്ഥ വിദ്യാഭ്യാസം, റിയൽ എഡ്യൂക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നോട്ട് ഇൻ പാക്കിംഗ് ദ ബ്രെയിൻ വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങളും, ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ കണക്ക്. അപ്പോൾ കണക്കുകളും യാഥാർത്ഥ്യങ്ങളും നമ്മൾ പഠിക്കുന്ന മറ്റു കാര്യങ്ങളും കൊണ്ട് തലച്ചോറ് നിറയ്ക്കുക, അതല്ല. പിന്നെ ഒന്ന് പറയുന്നത് നോട്ട് ഇൻ പാസിങ് എക്സാമിനേഷൻ ബൈ റീഡിങ് ന്യൂമറസ് ബുക്സ്. അനേക ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് പഠിച്ചിട്ട് എക്സാമിനേഷൻ എഴുതി പാസ്സായി മാർക്ക് വാങ്ങി പാസ്സാവുക, അതല്ല. പക്ഷെ എന്താണ് യഥാർത്ഥ എഡ്യൂക്കേഷൻ? ഡെവലപ്പിംഗ് ക്യാരക്ടർ. നമ്മളുടെ സ്വഭാവം അല്ലെ നമ്മളുടെ വ്യക്തിത്വത്തെ നമ്മൾ വളർത്തിയെടുക്കണം, വികസിപ്പിച്ചെടുക്കണം. അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. I can say that if you explore the possibilities of non-violence, you will find that without character, it will prove a profitless study. I can say എന്നാ പറയുന്നത്, അതായത് എനിക്കൊരു കാര്യം ഉറപ്പിച്ചു പറയാൻ പറ്റും. അതെന്തെന്നാൽ അഹിംസയെക്കുറിച്ച് അല്ലെങ്കിൽ അഹിംസയുടെ സാധ്യതകളെക്കുറിച്ച് നിങ്ങളൊരു പഠനം നടത്തുകയാണെങ്കിൽ നിങ്ങളൊരു നല്ല ക്യാരക്ടറുള്ള ആളായിരിക്കണം. വിത്തൗട്ട് ക്യാരക്ടർ, അതായത് നല്ലൊരു ക്യാരക്ടർ ഇല്ലാത്ത ആളാണെങ്കിൽ, നല്ലൊരു വ്യക്തിത്വം ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ പഠനം ഒരു നഷ്ടമായി തീരും. പ്രോഫിറ്റ്ലെസ് സ്റ്റഡി, ഒരു നഷ്ടമായി തീരും. In a movement such as we are conducting in India, we need the intellectual sympathy of the whole world. ഇവിടെ ഗാന്ധിജി പറയാണ്, നമ്മൾ ഇന്ത്യയിൽ നടത്തുന്ന ഇന്ത്യയിൽ നടത്തുന്ന ഈ നോൺ വയലൻസ് മൂവ്മെന്റ്, അഹിംസ മുഖാന്തരം, അഹിംസ ബേസാക്കിയിട്ട്, അഹിംസ അടിസ്ഥാനമാക്കി നടത്തുന്ന സമരങ്ങൾ, സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ വിജയിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ ലോകത്തിൻ്റെ ഇന്റലക്ച്വൽ സിമ്പതി, അതായത് ഭൗതിക സഹതാപം വേണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ സമരം വിജയിക്കൂ. Scores of letters came to Gandhiji daily from all parts of Britain and the continent, welcoming him and expressing sympathy for his mission. ഗാന്ധിജിയുടെ ഈ മിഷൻ, അതായത് സ്വാതന്ത്ര്യ സമരം, നോൺ വയലൻസ് മൂവ്മെന്റ്, അഹിംസ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ സ്വാതന്ത്ര്യ സമരത്തെ വെൽക്കമിങ്, അതായത് സ്വീകരിച്ചുകൊണ്ടും, എക്സ്പ്രസിംഗ് സിമ്പതി, സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടും ബ്രിട്ടനിൽ നിന്നും ആൻഡ് ദ കോണ്ടിനെന്റ്, ആ ഭൂഖണ്ഡത്തിൽ നിന്നും, അതായത് യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നും അനേക കത്തുകൾ ഗാന്ധിജിക്ക് ഡെയിലി വരാൻ തുടങ്ങി. സ്കോഴ്സ് ഓഫ് ലെറ്റേഴ്സ് പറഞ്ഞാൽ അനേക കത്തുകൾ. ഓൾ ഫ്രണ്ട്സ് ഹു ന്യൂ ഹിം ഇയേഴ്സ് അഗോ ആസ് എ യങ് സ്റ്റുഡൻറ് turned up to see him, and all the English friends, including civil servants, made a point of renewing the friendship. ഗാന്ധിജി പഠിക്കുന്ന കാലത്ത് ഗാന്ധിജിനെ അറിയുന്ന ഓൾഡ് ഫ്രണ്ട്സ്, പഴയ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കാണാൻ വന്നു. അതുകൂടാതെ ഓൾ ദ ഇംഗ്ലീഷ് ഫ്രണ്ട്സ്, അതായത് ഗാന്ധിജി പഠിക്കുമ്പോൾ അന്ന് കൂടെ പഠിച്ച യൂറോപ്യൻസ്, അവരും ഗാന്ധിജിയെ കാണാൻ വന്നു. ആരൊക്കെ? ഇൻക്ലൂഡിങ് സിവിൽ സെർവൻസ്. അന്ന് ഗാന്ധിജി കൂടെ പഠിച്ച വ്യക്തികൾ, ഇപ്പം ഗാന്ധിജി ഇംഗ്ലണ്ട് പോയ സമയത്ത് സിവിൽ സെർവൻസ്, അതായത് സർക്കാർ ഉദ്യോഗസ്ഥരാണ് ചിലരൊക്കെ, അവരും ഗാന്ധിജീനെ കണ്ട് ഗാന്ധിജിയായിട്ടുള്ള ആ പഴയ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് റിന്യൂ ചെയ്യാൻ, ഒന്ന് പുതുക്കാൻ തീരുമാനത്തിലായി. ഈവൻ സെലിബ്രിറ്റീസ് ഹു ഹാഡ് ഹേർഡ് അബൌട്ട് ഹിം were eager to meet him in person. അപ്പോൾ അവിടെ ഗാന്ധിജിയെക്കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, എവിടെ? യൂറോപ്പിൽ മുഴുവനും. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ കാലത്തെ സെലിബ്രിറ്റീസ്, വളരെ പ്രശസ്തരായ ആളുകൾ പോലും ഗാന്ധിജിയെ ഒന്ന് നേരിൽ കാണാൻ ആഗ്രഹിച്ചു. Perhaps few would believe that when Gandhiji was told that Mr. Charlie Chaplin would like to see him, he innocently asked who that distinguished person was. Perhaps ചിലപ്പോൾ ചുരുക്കം ചിലർ മാത്രമേ വിശ്വസിക്കൂ. എന്താണത്? മിസ്റ്റർ ചാർലി ചാപ്ലിൻ ഗാന്ധിജിയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അത് കേട്ടിട്ട് വളരെ ഇന്നസെന്റ്ലി, അതായത് നിഷ്കളങ്കതയോടുകൂടെ ഗാന്ധിജി ചോദിച്ചു, ആരാണ് ഈ ഡിസ്റ്റിംഗ്വിഷ്ഡ് പേഴ്സൺ, ഈ വിശിഷ്ട വ്യക്തി ആരാണ്? ബട്ട് ആസ് സൂൺ ആസ് ഹി വാസ് ടോൾഡ് ദാറ്റ് മിസ്റ്റർ ചാപ്ലിൻ കെയിം ഫ്രം ദ പീപ്പിൾ and lived for the people, and that he had made millions laugh, he agreed to meet him. പക്ഷേ ഈ മിസ്റ്റർ ചാപ്ലിനെ കൊണ്ട് ഗാന്ധിജിയോട് ചില കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? ചാപ്ലിൻ സാധാരണക്കാരിൽ നിന്ന് വന്ന വ്യക്തിയാണ്, സാധാരണക്കാർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ മില്യൺസ്, ദശലക്ഷം, ലക്ഷക്കണക്കിന് ആൾക്കാരെ ചിരിപ്പിച്ച വ്യക്തിയാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ സമയത്ത് ഗാന്ധിജി എന്ത് തീരുമാനിച്ചു? ശരി, എങ്കിൽ ഞാൻ അദ്ദേഹത്തെ കാണാമെന്ന് പറഞ്ഞു.
Chaplin had evidently heard of Gandhiji's spinning wheel, and the very first question he asked was why Gandhiji was against machinery. മിസ്റ്റർ ചാപ്ലിന് ഗാന്ധിജിയുടെ സ്പിന്നിങ് വീൽ, അതായത് ചർക്ക, അതിനെക്കുറിച്ച് എവിഡൻ്റ്ലി ഹേർഡ്, നല്ല വ്യക്തമായിട്ട് കേട്ടറിവുണ്ട്. അതുകൊണ്ട് തന്നെ ചാപ്ലിൻ ഗാന്ധിജിയോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം വൈ ഗാന്ധിജി വാസ് അഗെയിൻസ്റ്റ് മെഷീനറി, എന്തുകൊണ്ടാണ് ഗാന്ധിജി മെഷീനറിക്ക്, അതായത് യന്ത്രങ്ങൾക്ക് എതിരായിരുന്നത്. The question delighted Gandhiji, who explained to him in detail why the 6 months unemployment of the whole peasant population of India made it important for him to restore them. ചാപ്ലിൻ്റെ ചോദ്യം ഗാന്ധിജിയെ വളരെ സന്തോഷിപ്പിച്ചു, ഡിലൈറ്റഡ് സന്തോഷിപ്പിച്ചു. അതിനുശേഷം ഗാന്ധിജി ആ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തു. അതായത് ഇന്ത്യയിലെ ഭൂരിഭാഗം ആൾക്കാരും കർഷകരാണ്, ഇവർക്ക് കൃഷിയാണ് ഏക വരുമാനം. അപ്പോൾ ഒരു വിളവെടുപ്പ് കഴിയുമ്പോൾ ബാക്കിയുള്ള സമയങ്ങൾ ആ വർഷത്തിൽ പിന്നെ ജോലി ഉണ്ടാവില്ല, കൃഷി ഉണ്ടാവില്ല, അപ്പം ജോലിയില്ല, വരുമാനമില്ല. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും പ്രശ്നത്തിലാവും. അപ്പോൾ വരുമാനത്തിന് വേണ്ടിയാണ്. അപ്പോൾ കൃഷി ഇല്ലാത്ത സമയത്ത് ഈ വ്യക്തികൾ ഇതുപോലുള്ള ചെറിയ ചെറിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വീട്ടിലിരുന്നു കൊണ്ട് കുടിൽ വ്യവസായം ചെയ്യുകയാണെങ്കിൽ, അതായത് ഉടുപ്പുണ്ടാക്കുക, നൂലുണ്ടാക്കുക, പിന്നെ ചെറിയ ചെറിയ തുണി ഉണ്ടാക്കിയിട്ട് വിൽക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ദാരിദ്ര്യം മാറും, ഇവർക്ക് വരുമാനം ഉണ്ടാവും. അതിനു വേണ്ടിയാണ് ഈ യന്ത്രവൽക്കരണം. അപ്പോൾ ഗാന്ധിജി ആക്ച്വലി യന്ത്രവൽക്കരണത്തോട് എതിരല്ല. ഗാന്ധിജി സെഡ്, ഇൻ ക്ലോത്ത് ആൻഡ് ഫുഡ് എവറി നേഷൻ ഷുഡ് ബി സെൽഫ് കണ്ടെയ്ൻഡ്. വി വേർ സെൽഫ് കണ്ടെയ്ൻഡ് ആൻഡ് വാണ്ട് ടു ബി സോ അഗെയിൻ. ഗാന്ധിജി വീണ്ടും പറഞ്ഞു, തുണിയിലും ഭക്ഷണത്തിലും എല്ലാ രാഷ്ട്രങ്ങളും സെൽഫ് കണ്ടെയ്ൻഡ് ആയിരിക്കണം, അതായത് സ്വയം പര്യാപ്തരായിരിക്കണം. വി വേർ സെൽഫ് കണ്ടെയ്ൻഡ്, നമ്മൾ സ്വയം പര്യാപ്തരായിരുന്നു. ആൻഡ് വാണ്ട് ടു ബി സോ അഗെയിൻ, നമുക്ക് വീണ്ടും അതുപോലെ തന്നെ ആവാൻ ആഗ്രഹമുണ്ട്. There were requests from various women's organizations for an address by Gandhiji, and he addressed the Women's India Council in Morley College Hall. വിവിധ വനിതാ സംഘടനകളുടെ അഭ്യർത്ഥന അനുസരിച്ചിട്ട് ഒരിക്കൽ ഗാന്ധിജി മോർലെ കോളേജ് ഹാളിൽ വെച്ച് വിമൻസ് ഇന്ത്യ കൗൺസിൽ എന്ന സംഘടനയെ അഭിസംബോധന ചെയ്തു. At this meeting, Gandhiji took the opportunity of correcting various notions about the women of India. Various notions about the women of India. ഇന്ത്യൻ സ്ത്രീകളെ കുറിച്ചുള്ള അനേക തെറ്റിദ്ധാരണകൾ, നോഷൻസ് തെറ്റിദ്ധാരണ, ഈ തെറ്റിദ്ധാരണകളൊക്കെ കറക്റ്റ് ചെയ്യാൻ, തിരുത്താൻ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി, അവസരമായിട്ട് ഗാന്ധിജി ഈ മീറ്റിങ്ങിനെ ഉപയോഗപ്പെടുത്തി. He presented a vivid picture of the heroic part they played during the ഫ്രീഡം സ്ട്രഗിൾ. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ സ്ത്രീകൾ വഹിച്ച ധീരമായ ഒരു പങ്കിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ അവിടെ അദ്ദേഹം ആ മീറ്റിംഗിൽ പ്രസന്റ് ചെയ്തു, അവതരിപ്പിച്ചു. നോ ഹിൻഡ്രൻസ് ഹാവ് ബീൻ പ്ലേസ്ഡ് ഇൻ ദ വേ ഓഫ് ദെയർ എൻട്രിങ് പബ്ലിക് ലൈഫ്. ഈ സ്ത്രീകൾ പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് അവർക്ക് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞാൽ തടസ്സം. For several years, when our organizations were declared illegal and those in charge of them put into prison, it was the women who came to the forefront and filled the jails. അനേക വർഷങ്ങളായിട്ട് ഉള്ള ഈ സംഘടനകളെ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നിയമവിരുദ്ധമായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ചു. എന്നിട്ട് അവർ ഈ ഇൻചാർജ് ആയിട്ടുള്ളവർ, അതായത് ചുമതലയുള്ളവരെ ഒക്കെ പിടിച്ച് ജയിലിലിട്ടു. അപ്പോൾ ഈ ആണുങ്ങളൊക്കെ പിടിച്ച് ജയിലിലിട്ടപ്പം സ്ത്രീകൾ ഈ സമരത്തിന് മുന്നിട്ടിറങ്ങി. അപ്പോൾ എന്ത് ചെയ്തു? അവരെയും പിടിച്ച് ജയിലിലിട്ടു. അപ്പം ജയിലുകളൊക്കെ നിറഞ്ഞു എന്നാണ് പറയുന്നത്. He then went on to describe how they came out of their homes in one march and showed an awakening which was miraculous. പിന്നീട് ഗാന്ധിജി വിവരിച്ചത് ഈ സ്ത്രീകൾ എങ്ങനെയാണ് വീട് വിട്ട് ഒറ്റക്കെട്ടായി വന്നിട്ട് ഈ അത്ഭുതകരമായ awakening, ഉണർവ് പ്രകടമാക്കിയത്. ഷോഡ്. They took part in processions, defied the law and bore the lathi blows without raising a little finger. Took part in processions, ജാഥകളിൽ പങ്കെടുത്തു. Defied the law, നിയമങ്ങൾ ലംഘിച്ചു, അതായത് നിയമം പാലിച്ചില്ല. Bore the lathi blows without raising a little finger, എന്ന് പറഞ്ഞാൽ ഒരു ചെറു വിരൽ പോലും അനക്കാതെ ലാത്തി അടികൾ ഏറ്റുവാങ്ങി. It was not learned women like Sarojini Naidu, but hundreds of unlettered women who had borne lathi blows to the head, bleeding profusely, whilst standing unflinchingly, ordering their companions not to move. സരോജിനി നായിഡുവിനെ പോലെ
പഠിച്ച സ്ത്രീകൾ മാത്രമല്ല, നൂറുകണക്കിന് അൺലെറ്റേർഡ് വുമൻ, അൺലെറ്റേർഡ് എന്ന് പറഞ്ഞാൽ പഠിക്കാത്ത സ്ത്രീകൾ, ഹു ഹാഡ് ബോൺ ലാത്തി ബ്ലോസ്, സമരത്തിന് വന്ന് ലാത്തി അടികൾ ഏറ്റുവാങ്ങി, ടു ദ ഹെഡ്, തലക്ക് വരെ ലാത്തി അടികൾ ഏറ്റുവാങ്ങി, ബ്ലീഡിങ് പ്രൊഫ്യൂസ്ലി എന്ന് പറഞ്ഞാൽ അമിതമായ രക്തച്ചൊരിച്ചിലുണ്ടായി. വിൽസ്, WHILST എന്നുണ്ട്, പക്ഷെ T സൈലൻ്റ് ആണ്. വിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേസമയം സ്റ്റാൻഡിങ് അൺഫ്ലിഞ്ചിങ്ലി എന്ന് പറഞ്ഞാൽ അതേസമയം പതറാതെ നിൽക്കാനായിട്ട്, ഓർഡറിങ് ദ കമ്പാനിയൻസ് നോട്ട് ടു മൂവ്, അതായത് ഇവരുടെ കൂടെയുള്ളവരോട് നിങ്ങൾ പോകരുത്, നിങ്ങൾ ഈ സമരം വിട്ടു പോകരുത്, ഞങ്ങൾക്ക് അടി കൊണ്ട് ഞങ്ങൾക്ക് രക്തച്ചൊരിച്ചിലുണ്ട്, ഞങ്ങളെ തല പൊട്ടി, എങ്കിൽ പോലും നിങ്ങളിത് കണ്ട് ഭയന്ന് പോകരുത് എന്ന് മറ്റുള്ളവരോട് കൂടെ പറയുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വായിച്ച ആ പാരഗ്രാഫിനെ കാണിക്കുന്ന ഒരു ചിത്രീകരണമാണ് ഇവിടെ ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. അബൌട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഗാന്ധിജി മെയ്ഡ് ഹിസ് പോയിന്റ് ഓഫ് വ്യൂ ക്ലിയർ അറ്റ് മെനി മീറ്റിംഗ്സ്. അനേക മീറ്റിങ്ങുകളിൽ ഗാന്ധിജി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യൂ എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട്. ഐ ആം നോട്ട് ഹിയർ ടു ബെഗ് ഫോർ ഇൻഡിപെൻഡൻസ്. ഞാനിവിടെ വന്നത് സ്വാതന്ത്ര്യം എരന്ന് വാങ്ങാനല്ല, അല്ലെ സ്വാതന്ത്ര്യം യാചിക്കാനല്ല. ബട്ട് ഐ ഹാവ് കം ആസ് എ റിസൾട്ട് ഓഫ് ലാസ്റ്റ് ഇയേഴ്സ് സഫറിങ്സ്. കഴിഞ്ഞ വർഷം ജനങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടും ത്യാഗങ്ങളും ഇതിൻ്റെ ഒക്കെ ഫലമായിട്ട് ഞാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാനായി വന്നതാണ്. ദർ ഈസ് നോ സച്ച് തിങ് ആസ് എ ഗിഫ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രം വൺ നേഷൻ ടു അനദർ. ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിന് ദാനമായിട്ട് നൽകുന്ന അല്ലെങ്കിൽ ഒരു സമ്മാനമായി നൽകുന്ന ഒരു കാര്യമല്ല സ്വാതന്ത്ര്യം എന്നത്. ഐ ആം ഹിയർ ടു ടെസ്റ്റിഫൈ ദാറ്റ് വി ഷാൽ കണ്ടിന്യൂ ദ പ്രോസസ് ഓഫ് സെൽഫ് സാക്രിഫൈസ് until at last no Britisher will want to remain in India as a ruler. ഒരു ബ്രിട്ടീഷുകാരൻ പോലും ഇന്ത്യയിൽ ഭരണാധികാരിയായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കാത്തൊരു സമയം വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും എന്ന് ടെസ്റ്റിഫൈ എന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. At the Federal Structure Committee of the Round Table Conference, Gandhiji spoke about his dream of independent India. ഫെഡറൽ സ്ട്രക്ചറൽ കമ്മിറ്റിയുടെ വട്ടമേശ സമ്മേളനം, അതായത് റൗണ്ട് ടേബിൾ കോൺഫറൻസ്, വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ സ്വപ്നം പറഞ്ഞു. എന്താണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം? സ്വതന്ത്ര ഇന്ത്യ എൻ്റെ ഒരു സ്വപ്നമാണ് എന്ന് ഗാന്ധിജി പറഞ്ഞു. ഇഫ് ഐ വാണ്ട് ഫ്രീഡം ഫോർ മൈ കൺട്രി, ഐ ഡു നോട്ട് വാണ്ട് ദാറ്റ് ഫ്രീഡം ഇൻ ഓർഡർ ദാറ്റ് ഐ മേ എക്സ്പ്ലോയിറ്റ് എനി അതർ റേസ് അപ്പോൺ എർത്ത് ഓർ എനി സിംഗിൾ ഇൻഡിവിജ്വൽ. ഇഫ് ഐ വാണ്ട് ഫ്രീഡം ഫോർ മൈ കൺട്രി എന്നാണ് പറയുന്നത്. അതായത് എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയെയോ, റേസ് അപ്പോൺ എർത്ത്, അതായത് ഒരു വംശത്തെയോ, ഈ ഭൂമിയിലൊരു വംശത്തെയോ ചൂഷണം ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യമായിട്ടല്ല ഞാൻ അത് ആഗ്രഹിക്കുന്നത്. Thus Gandhiji, along with all the other freedom fighters, persuaded the British rulers to give India her legitimate independence, which, in his words, was her birthright. അങ്ങനെ ഗാന്ധിജി മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളോടൊപ്പം ചേർന്നിട്ട് ബ്രിട്ടീഷ് ഭരണാധികാരികളെ പ്രേരിപ്പിച്ചു. അതായത് പെർസ്വേഡഡ് എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിച്ചു. എന്തിന്? ടു ഗിവ് ഇന്ത്യ ഹെർ ലെജിറ്റിമേറ്റ് ഇൻഡിപെൻഡൻസ്. ലെജിറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നിയമപരമായ സ്വാതന്ത്ര്യം. നിയമപരമായ സ്വാതന്ത്ര്യം നൽകാനായിട്ട് ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. പിന്നെ ഒന്ന് കാര്യം പറയുന്നത്, ഇൻ ഹിസ് വേർഡ്സ് വാസ് ഹെർ ബർത്ത് റൈറ്റ്. അത് മാത്രമല്ല, ഗാന്ധിജി പറയുന്നത് ഇന്ത്യയുടെ ജന്മാവകാശമാണ് ഈ സ്വാതന്ത്ര്യം. ദി ഡ്രീം ഓഫ് ഇൻഡിപെൻഡൻസ് വാസ് അക്കംപ്ലിഷ്ഡ് ബൈ ഹിസ് inimitable method of unwavering non-violence and non-cooperation. Inimitable method, അതായത് അനുകരിക്കാൻ പ്രയാസമായ രീതി. അൺവേവറിംഗ് നോൺ വയലൻസ്, ദൃഢമായ അഹിംസാ രീതി. നോൺ കോഓപ്പറേഷൻ, സഹകരിക്കാതിരിക്കുക. ഈ തരത്തിലുള്ള സമര മുറകളിലൂടെ ഗാന്ധിജിയുടെ സ്വപ്നമായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അദ്ദേഹം നേടിയെടുത്തു. ഓക്കെ സ്റ്റുഡൻസ്, ഡ്രീംസ് റിയലൈസ്ഡ് എന്ന ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇഫ് സോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ യുവർ ക്ലാസ് റൂം at 2310.